പൊന്നേ പൊന്നേ ഇതാ ഏട്ടൻ്റെ തോർത്തല്ലേ ഇത്? ആരോട് കൊണ്ടിട്ട് ആരോ കൊണ്ടുവന്നിട്ടാണോ? ഇതിരുന്നോട്ടെ. അപ്പോഴേ എൻ്റെ പൊന്നുമില്ലേ രാവിലെ നേരത്തെ നീച്ച് വന്നപ്പോൾ ഞാൻ വെറുതെ പൊന്നുവിനോട് പറഞ്ഞേ, പൊന്നോ അമ്മയ്ക്ക് ചെരുപ്പില്ലടാ ഇടാൻ പറഞ്ഞു. അവൻ്റെ കുഞ്ഞേട്ടൻ്റെ ചെരുപ്പ് ഇട്ടിട്ട് വന്നേക്കുക. അപ്പോൾ വേഗം കണ്ടോ അവിടെയുള്ള ചെരുപ്പൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടേക്കണ്. ഏത് ചെരുപ്പാ വേണ്ടിച്ചിട്ടോളാം. ചെരുപ്പുകൾ കൊണ്ടുവന്നിട്ടേക്കണത് ഏത് ചെരുപ്പ് വേണമെങ്കിലും അമ്മ വിവിധ തരം. അമ്മ തൊള്ളയിട്ടോ ഇന്നലെ നമ്മൾ വാങ്ങിയ ചട്ടിയാണ് കേട്ടോ. ചട്ടിയല്ല, കലം. ഇത് 1 കിലോ അരി വയ്ക്കാൻ പറ്റും. ഇത് മയക്കി വയ്ക്കണം കേട്ടോ, നമുക്ക് ചോറ് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഇത് കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് നമ്മൾ മയക്കുക. ഇല്ല പറഞ്ഞു കഴിഞ്ഞാൽ നല്ലെണ്ണ ഒഴിച്ചിട്ടില്ലേ, നല്ലെണ്ണ മൊത്തം ഇങ്ങനെ ഒഴിക്കല്ല കേട്ടോ, മണ്ണെണ്ണ തേച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ മൊത്തം ചപ്പിടുക. ഫുൾ ചപ്പിട്ടിട്ട് ഇത് കൂടി ഫുള്ള് ചപ്പിട്ടിട്ടില്ലേ അങ്ങനെ കത്തിച്ചിട്ട് ഒന്ന് മയക്കാൻ പറ്റും കേട്ടോ. പക്ഷെ അത് ഒരുപാട് തീ വല്ലാണ്ട് സ്പീഡിൽ കത്തിക്കുന്നത് നമുക്ക് യൂട്യൂബിൽ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ അത് കാരണം നമ്മൾ ഇത് കാണിക്കണില്ല അല്ലേട്ടാ. ഒരുപാട് ഇങ്ങനെ സ്ട്രൈക്ക് കിട്ടുള്ളൂ കേട്ടോ. നമുക്കൊരു പ്രാവശ്യം അങ്ങനെ തീ വല്ലാണ്ട് കത്തുന്നത് കണ്ടിട്ട് സ്ട്രൈക്ക് കിട്ടിയതാണ്. എൻ്റെ കിച്ചൂട്ടനോ ചാത്തപ്പം കണ്ടോ എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എന്നെ ഒന്ന് വിടറീത പറയുന്നത്. അവനും വേറൊന്നും മാത്രമേ ഉള്ളൂ കേട്ടോ. അത് ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ അല്ലേ. ഇതേ ചുട്ടിട്ട് ഇതിൻ്റെ പരിപ്പെടുക്കണമെങ്കിൽ എന്തോ ഒരു പണിയെടുക്കണം വെച്ചിട്ടാ. കാരണം എത്ര ഉള്ളൂ എന്നറിയോ, കണ്ട കുഞ്ഞീതാണ്. അണ്ടിപ്പുട്ട് പിടിക്കണം. ഇന്നലെ കുഞ്ഞുണ്ണി വന്നതും ചോദിക്കണം എന്താണെന്നറിയാം, 4 അണ്ടി ചുട്ടിരുന്നു ഞാനേ. അപ്പം അമ്മ അണ്ടിപ്പുട്ട് ഇടിച്ചൂലേ തരാണ്ടെന്ന്. അവൻ്റെ സങ്കടം കാണണമായിരുന്നു. ആ വീഡിയോ കണ്ടോ? ആ വീഡിയോ കണ്ടായിരുന്നു അപ്പോഴേക്ക്. ഇവിടെ വന്നപ്പോൾ ഞാൻ അടുപ്പിൻ്റെ ചോട്ടിലുണ്ടായിരുന്നില്ലേ 4 എണ്ണം, അത് കണ്ടിട്ടേ. ചോറ് വന്നില്ലേ? കലത്തിൽ വെള്ളം ഒഴിക്കാനുള്ള വെള്ളം ഉണ്ടായിൽ ഓന്നാ ഇല്ലാന്നോ? ഞാനിത് പെറുക്കി വെച്ചിട്ട് എന്നാ കഴിച്ചോട്ടാ. അപ്പോൾ ഇതാ കഞ്ഞിവെള്ളം കേട്ടോ, കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിങ്ങനെ കടന്ന് ചോറും മുറ്റണം. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് ഇനി നമ്മളിതില്ലേ അടുപ്പത്ത് ഇങ്ങനെ വെക്കും. ഇതെന്തിനു വേണ്ടിയിട്ട് ചോറ് വയ്ക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട്ടിലേ എല്ലാവരും ഉള്ള സമയത്ത് ചില സമയത്ത് സാമ്പാറൊക്കെ ചട്ടിയിൽ വെച്ചാൽ തികയണില്ല. ഇതിൽ ചോറ് മാത്രം വെച്ചാൽ മതി. ഇതിലോ അതിനുള്ള ചട്ടി കറി വെക്കുള്ളത് വേറെ വാങ്ങുമോ? അല്ല അവിടെ ഉണ്ടല്ലോ കറി വെക്കുള്ളത്. അത് തികയില്ലേ, ഒക്കെ ചെറിയ ചട്ടികളാ. ഒന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് അയാളോട്. അവരുടെ അടുത്ത് വാങ്ങിയതാണതേ, 200 രൂപ കേട്ടാ ചട്ടിക്ക്. ആട്ടായി വരുമ്പോ ചട്ടി വേണമെന്ന് പറയണ്ടേ? അപ്പൊ ആട്ടായിയേ ചട്ടി കൊണ്ടിട്ടോളിൻ പറഞ്ഞിട്ടുണ്ട്. എന്താ നമ്മുടെ ഇവിടുന്ന് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാലേ നമ്മുടെ ഇവിടെയൊക്കെ ഒരു വള്ളുവനാടൻ ഭാഷയാണ് കേട്ടോ. ഇവിടുന്ന് അങ്ങോട്ട് മുണ്ടൂരൊക്കെ പോയി കഴിഞ്ഞാൽ ടോളിൻ വന്നോളി ടോളിൻ. ഞാൻ എടുക്കണോ? അതാ എന്താണ് വയറ് കാണുന്നുണ്ടോ? എന്ത് ആ വയറ് പൈപ്പ് എന്താ പൊന്നു ഇതാ നന്നായി. വണ്ടി ഏട്ട ചവിട്ടട്ടേ. നീ എങ്ങനെ വണ്ടി ചവിട്ട്? കണക്ക് ആയിട്ടില്ല. കൂട്ടാൻ വയ്ക്ക് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ പച്ചക്കറിയാണ്. സാമ്പാർ വെച്ചാലോ? വറുത്തരച്ച അവിടെ ഇരിക്കാനോ? ഇപ്പൊ ഇത് കടന്ന് ഇങ്ങനെ തിളക്കട്ടെ കേട്ടോ. നിങ്ങൾ ഇങ്ങനെയാണോ ചെയ്യാറ്? നമ്മൾ ഇങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ചപ്പിട്ടിട്ട് എൻ്റെ അമ്മ പറഞ്ഞു. പക്ഷെ ചപ്പിട്ട് കഴിഞ്ഞ് വെച്ചാലേ അത് ഉണങ്ങി ചൂടാറുന്ന വരെ നമ്മളവിടെ നിൽക്കണം. ഇല്ലെങ്കിൽ ഈ കുട്ടികളെ കല്ലെടുത്ത് എറിഞ്ഞാൽ കഴിഞ്ഞു പണി. ഇതിൽ ചുക്കുവെള്ളം വെച്ച് വെച്ചാലേ ശരിക്ക് ഇങ്ങനത്തെ കലത്തിലാണ് നമ്മൾ ചുക്കുവെള്ളം വെച്ചിരുന്നില്ലേ. ആ ചുക്കുവെള്ളം വെച്ചാൽ എന്ത് തണുപ്പായിരിക്കും എന്നറിയോ വെള്ളം. പക്ഷേ അതാരെ പൊട്ടിച്ചു സുകന്യെ? എന്താ സുകന്യ ഇരിക്കണ ഇരുത്തം അന്തം വിട്ടിരിക്കണ്. ഇന്നലെ ഓരോരുത്തരും മാങ്ങ വാങ്ങിക്കൊണ്ടതാ കോങ്ങാട്ടിന്ന്. പുളിച്ചകർന്ന മാങ്ങേ. ഞാനെന്താ ചെയ്യാ? അത് പുളിപ്പിള്ളൊക്കെ അവിടെ അറിയില്ലല്ലോ. ജ്യൂസ് അടിക്കണത് അല്ലാതെ ഒന്നിനും പറ്റില്ല. വിട് 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 വിട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ വിറക് വെട്ടി ശീലമുണ്ടോ?
എനിക്ക് ആ അതവിടെ വെച്ചോ, അത് അങ്ങനെയൊന്നും ആവില്ല, ഞാൻ വെട്ടിത്തരാം. അത് ഇങ്ങനെ അതല്ലേ കോടാലിന്ന് കഴിഞ്ഞു പിന്നെ പോയി 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 എൻ്റെ തലേക്കും വീഴും. ഞാൻ വെട്ടണതാണ് കേട്ടോ. ഇത് എന്താ പറ്റി? അത് കോടാലി മാറ്റിയിട്ട് പൈപ്പിൽ വെള്ളിയാണ്. ആ പൈപ്പോടെ വാങ്ങിക്കൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. വിറകേ ഗ്യാസൊക്കെ അല്ലേ കിട്ടാൻ നല്ല ക്ഷാമട്ടോ. ഇന്നലെ വിറക് അത് കമ്പുള്ളതാണ്, ചീമക്കൊന്നും അത് വെട്ടിപ്പൊളിയില്ല. ഇത് വേണ്ടേ? അത് നമ്മുടെ വെട്ടിപ്പൊളിയില്ല. അത് അങ്ങനെ പറ്റില്ല, കോടാലി കേടാ. അത് പൈപ്പിൽ വെള്ളി തന്നെ വേണം. ഓ ഇത് പറ്റില്ല. ഇതുണ്ട് ഇവിടെ ഇങ്ങനെ ഉണ്ടല്ലേ, അത് വെട്ടിപ്പൊളിക്കും, ഒന്നുകൂടെ എളുപ്പത്തിൽ കിട്ടും. വിഷു ആകുമ്പോഴേക്കും ഇതെന്താ ചെയ്യപ്പോ മടൽ കൊണ്ട് തൽക്കാലം അവിടെ വെച്ചോ, അത് ആ കോടാലി ശരിയാക്കിട്ട് വെട്ടാം. ഇതോ മടാൾ വെട്ടി 2 കഷ്ണാക്കാൻ പറ്റില്ലേ? പട്ടത്തണ്ട് വെക്കുമ്പല്ലേ വേഗത ഇത് അതേപോലെ വെട്ടിയതട്ട. അതണ്ട അത് വേഗം മുറിയും. അതുപോലെ അല്ലല്ലോ മുട്ടി വന്നതാണ്. എനിക്കില്ലേ വിറക് വെട്ടിപ്പൊളിക്കാൻ ഭയങ്കര ഇഷ്ടാട്ടോ. എന്താ നന്നായി ഇത് സുഖിനി അറിയ നോക്കിയൊക്കെ. കാരണം വിറക് വെട്ടിപ്പൊളിക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചില ആൾക്കാർക്ക് അത് പറ്റില്ല. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടം. എൻ്റെ അമ്മ വീട്ടിൽ ചെയ്യാറുണ്ട്. അമ്മയും ഞാനും ചെയ്യും. വേണ്ടോ നീ കഞ്ഞിവെള്ളത്തിലിങ്ങനെ അതന്നെ എൻ്റെയും പൊളിയല്ലോ. ഞാനല്ലേ മിഞ്ഞാന്നൊക്കെ ഇതാ ഈ വിറക് ഒക്കെ വെട്ടിപ്പൊളിച്ചത്. ഓരോ കഷ്ണം വിട്ടാൽ മതി. അതായത് ശ്രദ്ധ അത് ചെയ്ത് ശീലമാണ്. നോക്കരുത്, നോക്കുമ്പോഴേ മാറും. നേരെ മണ്ണിക്ക് നമ്മളില്ലേ എന്താ ഒക്കെ അങ്ങനെയല്ല. നമ്മുടെ ചെറുപ്പത്തിൽ നമ്മുടെ ഗതികേടും കൊണ്ട് നമ്മൾ ഓരോന്ന് ചെയ്ത് ശീലിച്ചിട്ടേ വിറകില്ലാട്ടോ വീണോ അതിന്റെ പരിപ്പളക്കിട്ടോ. അവനൊന്നുമില്ല, അവനവിടുന്ന് മാറിക്ക. അങ്ങനെ വീണിട്ട് സൈക്കിളോട്ടം പഠിക്കുക. ശരി വാങ്ങിട്ടില്ലല്ലോ. മുളക് മല്ലി എടുത്തിട്ട് കണ്ട വീണത് കണ്ടില്ലേ? അങ്ങനെ അതിൽ കയറുന്ന വീഴും. ഒന്ന് കയറണ്ടോ? വേഗം വെയിലത്ത് കൊണ്ടിട്ട് ഉണക്കട്ടെ. ഇപ്പൊ വെയിൽ കുറച്ച് കമ്മിയുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്ത് നമ്മൾ മുളകും മല്ലിയും വെയിലത്തിട്ടെ. വിഷുവിൻ്റെ തിരക്കുകൾ ഇങ്ങനെ തുടങ്ങാൻ തുടങ്ങിയിട്ടോ. ഇനി എന്താ അരിപ്പൊടി പച്ചരി കഴുകിയിട്ട് അത് ഉണക്കാൻ വെക്കണം. ഉണക്കി പൊടിപ്പിച്ചിട്ട് അട ഉണ്ടാക്കിയാൽ ഒന്നും കൂടി നല്ലതല്ലേ. 1.5 കിലോനത് ഇതില്ലേ മുളക് 1.5 കിലോ ഉണ്ട്. 1.5 കിലോ ഉണ്ട് ഇതോ? 1.5 കിലോനല്ലേ 2 കിലോനാ. 2 കിലോ മല്ലി 2 കിലോ മുളകാണ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറച്ച് ദിവസം എത്തും. മറ്റേത് 1/4 കിലോ മുളകും മല്ലിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ലാഭം തോന്നില്ല കേട്ടോ. മാവേലിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അറിയോലോ ഏട്ടാ? ഇത് രാവിലെ തന്നെ ഏറ്റവും കൂടുതൽ ചളി ഉണ്ടാവുന്ന സംഭവം അവിടെ കളയുമത്തെ. നീ ഏതില് ചോറ് അവിടേക്ക് വേണം. ഇന്നെന്താ കൂട്ടാൻ വെക്കാ? സാമ്പാറോ? വായ സുകന്യേ വായ സുകന്യേ വാഴോട്ട് കാണ സുകന്യേന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫുള്ള് റീൽസ് കാണിച്ചു തരാണേ. അവൾക്ക് അതിന് സിനിമയ്ക്ക് പോണെന്ന് ആണ്. സുകന്യ എല്ലാരും പാടെ കൂടിയിട്ട് എടി നമ്മൾ ഏതിന് പോയി കണ്ട് ലോകേ അങ്ങനെ തന്നെ കാണാൻ പറ്റും. കാന്താര കണ്ടില്ലേ നമ്മളെല്ലാരും പാടെ കൂടിയിട്ട്? അതെല്ലാരും പാടെ കണ്ടതിന് എല്ലാരും പാടെ കൂടിയിട്ട് പോയിട്ട്. ഇപ്രാവശ്യം എന്താ പറഞ്ഞ വെച്ചല്ലേ വിഷുവും കൂടി വെക്കേഷൻ ഒരു സിനിമ കാണണം എന്തായാലും. വിഷുവിനോ? വെക്കേഷൻ അല്ലേ, അല്ലെങ്കിൽ ഇപ്പോൾ അവർ സമ്മതിക്കുമോ? എന്നാ പോയി വാഴ മുളക് രസം നോക്കിയൊക്കെ നല്ല മധുരണ്ടടാ. ഇത് വായില് അതില് കൊട്ടിയിട്ട് ഇതില് നല്ല മധുരണ്ട്. ഒന്ന് തിന്നു നോക്ക് നീയേ. വേണ്ടോ മല്ലി ഒന്ന് തിന്നു നോക്കടാ. സുകന്യ അതങ്ങനെ വാഷിംഗ് മെഷീൻ ഇട്ടാ ചേർന്നേ ഒറ്റ അടിയാ. എന്തിന്? കളറും ചളിയൊക്കെ പോയി നേരെ കിട്ടും. ഇല്ല സുകന്യേ, മുളകേ അങ്ങനെ വാഷിംഗ് മെഷീനിൽ ഇട്ടാൽ മതിയായിരുന്നു തോന്നുന്നു ചളി കളയാൻ. ഏട്ടൻ അതും ചെയ്യും, അതിൻ്റെ അപ്പുറവും ചെയ്യും. എളുപ്പല്ലേ?
മിഷൻ കേടില്ലേ? മിഷൻ എങ്ങനെ കേട്? ഇതില്ലേ ഇതിൻ്റെ ഞെട്ടുകളേ ഇപ്പോൾ എന്താണെന്നറിയോ, വെയിൽ വരുമ്പോഴേക്കും ഞാൻ കയറാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. വെയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കയറേണ്ട കാര്യം ആലോചിക്കാൻ തലതിരിഞ്ഞ് വീഴും. അമ്മാതിരി ചൂടാണ്. നിങ്ങൾക്ക് തോന്നുന്നില്ല? അതുകൊണ്ട് തന്നെയല്ലേ വേഗം ഉണങ്ങി കിട്ടുന്നത്. ഏട്ടനാണെങ്കിൽ ഇടയ്ക്കൊക്കെ പുറത്തേക്ക് ഉച്ചയ്ക്ക് പോകുമ്പല്ലേ സങ്കടം വരും. എൻ്റെ അടുത്ത് ഗ്രാമ്പൂ, പല്ലിൻ്റെ ഇടയിൽ ഗ്രാമ്പൂ വെച്ചാൽ വേദന കുറയും പറഞ്ഞിട്ട് കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു. ഗ്രാമ്പു വെക്കാൻ പറ്റാത്ത സ്ഥലത്താട്ടോ അണക്കിൽ പല്ല് വരുന്നത്. അവിടെ വെക്കാൻ പറ്റില്ല, കടിക്കാനില്ലേട്ടാ. അവിടെ ഈ ഒരു കല്ലുപ്പിൻ്റെ ഒരു ഇതെടുത്ത് കടിച്ചു പിടിച്ച് നോക്കി. കല്ലുപ്പല്ലേ, അതൊക്കെ ചെയ്യുന്നുണ്ട്. ഇന്നലെയൊക്കെ മുതലില്ലേ നീര് കുറഞ്ഞൊക്കെ കേട്ടോ. എൻ്റെ മുഖം ഇവിടെ നിങ്ങൾക്ക് വീഡിയോയിൽ ഒക്കെ ചീർത്ത പോലെയല്ലേ തോന്നുന്നു. നേരിട്ട് കാണുമ്പോൾ ആൾക്കാർ പറയും കണ്ടോ കണ്ടോ കണ്ടോ. എന്താ ചകിരിനാര? ചാക്കുന്നൂരല്ലേ? അതൊക്കെ ഉണ്ടാവും കടയിൽ കൂടെ വരുന്നല്ലേ. എലിക്കാട്ടം, ചാക്കുനൂല് ഒക്കെ ഉണ്ടാവും. ഇതൊന്നും കൂടി ഇത് ഇങ്ങനെ നമ്മൾ കഴുകിയിട്ട് വാരിയേക്കട്ടെ കേട്ടോ. നല്ലത് നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ലത് തിന്നാലേട്ടാ. അതെ. എന്താ കുട്ടിച്ച്? അത് തീയാണ്, തമാശ കളിക്കാൻ നിൽക്കണ്ട. ഈ ചട്ടി നമുക്ക് ആലുവടുപ്പിൽ വെച്ച് വെക്കണം അല്ലേ? അതിന് പാകത്തിൽ വട്ടാണ്. അതിന് പാകത്തിലുള്ള വട്ടാണ് കേട്ടോ. അപ്പോൾ ചോറ് അതിൽ വെക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടേ. ഇതിൻ്റെയും വലിയ ചെമ്പുണ്ട് കേട്ടോ. 7 നാഴി അരി വെക്കുന്ന ചെമ്പുണ്ട്. ചെമ്പല്ല, കലം ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ചെറുതൊരു കലം കൂടിയുണ്ട്. ആ കലത്തിൽ നമ്മൾ പുളി ഇട്ട് വെക്കണം. ഇപ്പോൾ ഉണക്കിയിട്ട് ഇപ്രാവശ്യം നമ്മളധികം കുരു കുത്താത്ത പുളി എവിടെ നിന്നും കിട്ടിയില്ല. അപ്പം അതുകൊണ്ട് ചോറ് ഇതിൽ വെക്കാൻ നല്ലത്. എന്നാൽ വെള്ളച്ചോറൊക്കെ അടിപൊളിയാവും, തണുപ്പുണ്ടാവും. എന്താ ചോറ് ഇതിൽ വെക്കും. ചോറ് മറ്റേ എന്താ നമ്മൾ ആ വലിയ ചെമ്പിൽ ആദ്യം വെച്ചിരുന്നത് നിങ്ങൾ കണ്ടിരുന്നില്ല. അപ്പോൾ ആ വലിയ ചെമ്പിൽ വെക്കുന്ന സമയത്തൊരു പ്രശ്നമുണ്ട്. എന്തെന്നറിയോ, ചിലപ്പോൾ അടിയിൽ പിടിക്കും. അത് കുറച്ച് എണ്ണ തേച്ചിട്ട് ഇത് മയങ്ങിയതായി വരേണ്ടത് അത്ര. നമ്മൾ ഇളക്കി കഴിഞ്ഞാലും ഒരു പിടി ചോറയിൽ അടി പിടിക്കും കേട്ടോ. പിന്നെ അത് മാത്രമല്ല, അത് കൊട്ടക്കൈയിലും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വയ്ക്കാനും ഇതൊക്കെ ഇപ്പോൾ സത്യം പറയുക വെച്ചാൽ മടി. ഇവിടെ ഇങ്ങനെയാണ് വെച്ചാൽ ഇത് വേഗം ഊറ്റി വെക്കാമല്ലോ. മറ്റേത് ഊറ്റാൻ പറ്റില്ല. മറ്റേത് കൊട്ടക്കൈയിൽ ഇട്ടിട്ട് ഇളക്കണ്ടേ. പിന്നെ കളിച്ച് നമ്മുടെ കൊട്ടക്കൈയിൽ പൊട്ടിക്കും ചെയ്തേക്കണു. ഇനി കോങ്ങാട് പോകുമ്പോഴേ ഉള്ളൂ കൊട്ടക്കൈയിൽ വാങ്ങുക. ഇപ്പം നമ്മൾ മൺചട്ടി വാങ്ങി, ചിരട്ടക്കൈയിൽ വാങ്ങി, എന്താ നമ്മുടെ അമ്മി വാങ്ങി അല്ലേ. ഇനി ഉറി വാങ്ങണമെന്നുണ്ട്. ആ സംഭവം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉറി എന്താ നമ്മുടെ മീനൊക്കെ വറുത്തിട്ടൊക്കെ ആദ്യം ഇങ്ങനെ വെക്കായിരുന്നു ഇങ്ങനെ ഉറിയിൽ. ഇതിനെ ഒരാൾ കൊണ്ടുവരുന്ന ഒരു പ്രാവശ്യം. അപ്പം എൻ്റെ അടുത്ത് പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇല്ല പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ വീട്ടിലത്തെ അമ്മ വന്നു കഴിഞ്ഞാൽ അമ്മയ്ക്ക് ഉണ്ടാക്കാറിയാം ഉറി. അത് കവുങ്ങും പട്ടല്ലേ, കവുങ്ങും പട്ടയും കൊണ്ട് പൂ നമുക്ക് ഇത് അവിടെ കൊണ്ടിടുക. ഇപ്പം തന്നെ നോക്ക് വെയിൽ. ഉച്ച ചെയ്യുമ്പോഴേക്കും ഇത് ഉണങ്ങൂലേ? ഇത് ഉച്ചയാവണ്ട വരില്ല. എങ്ങനെയാണ് എമ്മാതിരി ചൂടാണേ. എൻ്റെ അപ്പോൾ ഇപ്പോൾ 9:30 കയറ്റിയുള്ളൂ കേട്ടോ രാവിലെ. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ നമ്മുടെ കുഴൽക്കിണറിന് വെള്ളം കയറാൻ തുടങ്ങിയിട്ടാ. ഇന്നലെ അവർ വന്ന് ശരിയാക്കി പോയി. ഇന്ന് രാവിലെ നമ്മൾ വെള്ളം അടിച്ചപ്പോൾ 2 വീട്ടിലേക്കുള്ള വെള്ളമായി. മുകളിലത്തടിച്ച് പിന്നെ താഴത്തേക്ക് ശരിയായില്ലേ? അല്ല, മേലെ എന്തെങ്കിലും അടിച്ച് വെള്ളം ഉണ്ടായിരുന്നു. അതിന് വെറുതെ ഒന്ന് മേലേക്ക് അടിച്ചു നോക്കി. അത് കഴിഞ്ഞിട്ട് താഴത്തേക്ക് പിന്നെ അടിച്ച് താഴത്തെ ടാങ്ക് ഫുള്ള് നിറഞ്ഞു. നമ്മുടെ ഇത് ഞാൻ ഇതെന്താ തിളക്കാത്ത? അത് തിളക്കണേ ഉള്ളൂ. ഞാൻ പോയപ്പോൾ അവള് തീ കത്തിച്ചില്ല. സൂന്യേ, നീ ഇതെന്താ തിളപ്പിക്കാഞ്ഞപ്പോ? ഇത്ര മയങ്ങിയ മതി എന്ന് വിചാരിച്ചോ? വല്ലാണ്ട് മയങ്ങണ്ടെന്ന് വിചാരിച്ചു. അത് ശരി. മുളക് മല്ലി ഇട്ട് വന്നപ്പോഴേക്ക് എന്തൊക്കെ സംഭവിച്ചു ഇവിടെ. കടാൻ പാടോ? അതാ പിന്നെയും കെട്ടു. കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് തിളക്കണ പോലെ തിളച്ച് പൊന്തട്ടെ. കുറേ
പൊന്തി മറിയണം. കുറച്ചുകൂടെ ആക്കി മതിയായിരുന്നല്ലേ? അത് തിളച്ച് വേവട്ടെ ഏട്ടാ. സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നോക്കട്ടെ. അപ്പേക്കും അപ്പോൾ രാവിലെ അങ്ങോട്ട് കൊണ്ടേക്കി തരാൻ പറഞ്ഞുകൂടായിരുന്നില്ലേ? എന്നാ എന്നിട്ട് വൈകുന്നേരത്ത് വന്നാൽ പോരായിരുന്നില്ലേ? ഓരോ ഹോട്ടലിൽ ചെയ്യാൻ പറ്റുന്നാലും അല്ലേ? സമയലാണോ? എന്നാലും ഒരു ഹോട്ടലിൽ ചെയ്യാൻ പറ്റും. വൈകുന്നേരം വരെ അവിടെ നിന്നാലും രണ്ടാമത് വോട്ട് ചെയ്യാൻ സമ്മതിക്കില്ല. കോഴിക്കോട് എത്ര നേരം വേണം? സുഗരിക്ക് വോട്ട് അവിടെയാണ് കേട്ടോ. അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് 2 കിലോമീറ്റർ അപ്പുറം. അവിടെ പറഞ്ഞ എവിടെ? കാഞ്ഞിരാനി. സുകന്യയുടെ വീട്ടിലല്ല, സുകന്യയുടെ സ്കൂളിൽ. സുകന്യയുടെ സ്കൂളിലാ? ആ, സുകന്യയുടെ വീട്ടിൽ. നമ്മുടെ വീട്ടിലെ സുകന്യയുടെ വീട്ടിലല്ല. അപ്പോ വോട്ട് ചെയ്യാൻ പോണ്ട നമുക്ക്. ഇവിടെയൊക്കെ വീട്ടിലാട്ടോ. സത്തൻകാവ് സ്കൂളിൽ. ഞാൻ ഉച്ച കഴിഞ്ഞിട്ട് വോട്ട് ചെയ്യാൻ പോകുള്ളൂ കേട്ടോ. ഹൈസ്കൂളിലല്ലേ ഇപ്പോ? നീ 5 വർഷം കഴിഞ്ഞിട്ടല്ലേ ഈ വോട്ടുള്ളൂ? എന്ത് എല്ലാ ദിവസവും വേണോ? എല്ലാ ദിവസവും വേണോ വോട്ട്? എല്ലാ ദിവസവും വേണം. എന്താ എല്ലാ ദിവസമൊന്നും വേണ്ട. ഇപ്പം അത് എല്ലാ ദിവസവും കൂടിയേ വേണ്ടുള്ളൂ. അപ്പം നമ്മളില്ലേ സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. സാമ്പാർ ഇത് കടിച്ചറിയാം. സാമ്പാറാകുമ്പോൾ പിന്നെ വറുത്തരച്ച സാമ്പാറാണ്ട് വെച്ച് കഴിഞ്ഞാലേ നല്ലതാ. ഇനി ഇത് കുറച്ച് നീട്ടിയാണ് വെക്കുന്നത് പറഞ്ഞു വെച്ചാൽ നാളേക്കും കൂടി. എന്താ പൊന്നൂന് എന്താ പ്രശ്നം? എന്താ പൊന്നാ? അവന് തോന്നി ചായ കൊടുക്ക്. അവിടെ ചായ വെച്ച് കഴിഞ്ഞ? അവിടെ വെച്ചില്ലല്ലേ? ഓ, ചായ കഴിഞ്ഞു കൊടുത്തേ. അച്ചു കട്ടൻ ചായ വെച്ചായിരുന്നു. അച്ചു കട്ടൻ ചായ വെക്കണ്ട അവിടെ. പൊന്നോട്ട എന്താ വേണ്ട? ഒരു പറ ചായ വേണോ? ഉരുളക്കിഴങ്ങ് ചായ പ്രാന്ത് ഉച്ചാമ്പള വന്ന് ചായ വെക്കില്ലേ? സുകന്യെ, ഉരുളക്കിഴങ്ങ് ഇപ്രാവശ്യത്തെ ഉരുളക്കിഴങ്ങ് എത്ര ചെറിയ ഉരുളക്കിഴങ്ങ് അല്ലേ? കനാലിൽ വെള്ളം വന്നിട്ട് കനാലിക്കൊന്നും ഇറങ്ങണ്ടേ? ചാത്തപ്പാ, ഇന്നലെ മറ്റേ ചാത്തപ്പല്ലേ എപ്പോഴാണ് നീച്ചു വന്നറിയോ? നീച്ചു വന്നു എപ്പോഴാ വന്നറിയോ? രാത്രി 7 മണിക്കടി. അവന് ശരിക്കില്ലേ ഒരു പെണ്ണിന് 2 പെണ്ണുങ്ങളെ വാങ്ങിക്കൊടുക്കണം. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ചെയ്യുമ്പോഴേ ഇപ്പോൾ എന്താ വെച്ചാൽ ഇവർ 2 പേരല്ലേ കണ്ടാൽ കൊത്തുകണേ. എമ്മാതിരി കൊത്ത് പറഞ്ഞിട്ടാ. ചെറിയ കുട്ടികളെ വാങ്ങിയാൽ മതി. 4 ചെറിയ കുട്ടികളുണ്ട് കേട്ടോ. ആ കറുത്ത പെട്ടടെ കോഴീനെ കാണിക്കാൻ എനിക്ക് പേടിയാണ്. കോഴീനെ കാണിച്ച അന്നത്തെ ദിവസം പോയില്ലേ? കാണിച്ചും കൊണ്ടൊന്നല്ല, എന്താ നായ കണ്ടിട്ടാണ്. വീഡിയോ കാണിച്ചിട്ടൊന്നല്ല, നായ പിടിച്ചിട്ടാ. ഇതൊന്നും കുഴപ്പമില്ലല്ലോ. ഇതിന് വെണ്ടക്കയിൽ കുത്തും കൂടിയില്ല. നല്ല ചന്ദ്രല വഴുതനങ്ങയല്ല. ഉള്ളിക്ക് അങ്ങനെ നോക്കുമ്പോഴല്ലോ കുറേ വിത്ത് വാങ്ങി വെച്ചിട്ടുണ്ട് ഞാൻ, പച്ചക്കറി വിത്ത്. അപ്പോൾ വെള്ളം വന്നിട്ട് വേണം നമുക്ക് പച്ചക്കറി വിത്ത് നടാന്ന് വിചാരിച്ചാണ്. ഇനിയൊന്നും മഴ പെയ്യണത്രേ. കാരണം എന്താണെന്ന് അറിയാം, അവിടെ പാറപ്പൊടി നല്ലതായിട്ട് അത് കളഞ്ഞിൽ ഒന്നും കൂടി മഴ പെയ്തുമ്പോൾ അത് പോണം. ഇനി അതല്ല കേട്ടോ, മുളക് ഉണ്ടാവേണ്ട തെയ്യൊക്കെ പോയി. എത്രയെന്നറിയോ? നല്ല ശക്തിയിൽ വന്ന മുളകും തെയ്യൊക്കെ മാറ്റി വെച്ചായിരുന്നു. അതൊക്കെ ആ ഇതിൻ്റെ കുഴക്കിണറടിക്കണതിൻ്റെ ചൂടിൽ പോയി. ഒക്കെ പോയി. മുരിങ്ങക്കായ് ഇവിടെ സാമ്പാർ വെച്ച എൻ്റെ അച്ചുട്ടിക്ക് ഇല്ലേ, തൈരും ഉണ്ടെങ്കിൽ വേറൊന്നും വേണ്ട കേട്ടോ. നമ്മൾ ഈ എവിടെയെന്നറിയാം, ചോറ്റാനിക്കര അതേപോലെ കാടമ്പുഴയൊക്കെ അമ്പലത്തിൽ പോകുമ്പോൾ കണ്ടിട്ടില്ലേ, നീട്ടിയിട്ടുള്ളൊരു സാമ്പാറും ഉണ്ടാവും, കുറച്ച് മോരും ഉണ്ടാവും, ഒരു അച്ചാറും ഉണ്ടാവില്ല ഏട്ടാ. എന്തോ ഒരു രസമായിരിക്കില്ലേ കഴിക്കാന്. പിന്നെ ഇവിടെ ഉരുളക്കിഴങ്ങില്ലേ, എത്ര വലിയ കഷ്ണത്തിലിടാൻ പറ്റുമോ അത്രയും വലിയ കഷ്ണത്തിലിട്ടാൽ അനിയേട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനം ഉരുളക്കിഴങ്ങ്. സുകന്യക്ക് ഇഷ്ടമല്ലടി സാമ്പാറത്തെ ഉരുളക്കിഴങ്ങ്? അത് ഇവർ 2 പേര് അത് തിരഞ്ഞിട്ട് ഉപ്പേരിയൊന്നും വേണ്ട കേട്ടോ, അത് തിരഞ്ഞ് പിടിച്ചിട്ട് കഴിക്കും. എനിക്ക് അങ്ങനെ പച്ചക്കറി. എന്താ പഞ്ചാരേ? കാല് പൊട്ടിയാടോ. പുറപ്പെടുന്ന സുകന്യ വോട്ട് ചെയ്യാൻ പോണ്ടേ? ഇത് പൊണ്ണൂശിക്ക് വോട്ടുണ്ടോ? സുകന്യയുടെ ആങ്ങളെ വന്നിട്ട് കൊണ്ടുപോകും സുകന്യന് വോട്ട് അല്ലേ? സുകന്യ ഈ വിളിച്ചില്ല? അപ്പോൾ നമുക്ക് പോണ്ടേ പിന്നെ. അപ്പോഴേ ഞങ്ങൾ ഞങ്ങളുടെ വിശേഷമൊക്കെ നിർത്തിയിട്ട് വോട്ട് ചെയ്തിട്ട് വരാം കേട്ടോ. വെയില് നല്ല. ആർക്ക് വോട്ട് ചെയ്യാ?
ആർക്ക്? അച്ഛക്കോ? അമ്മയ്ക്കോ? അച്ഛക്കോ? അണക്കെന്നെ വോട്ട് ചെയ്യോ? എന്നാ ഇവിടെ തന്നെ ഇരുന്നാണ്ട് ചെയ്താൽ മതി, അവിടേക്കും പോകണ്ട കേട്ടോ. അതിന് മെനക്കെട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കണോ കേട്ടോ. കുട്ടിക്ക് വോട്ട് പറഞ്ഞപ്പോൾ എന്താ അറിയുന്നത്. അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം കേട്ടോ. എൻ്റെ ചട്ടിയിൽ മയങ്ങി ഇനി അങ്ങനെ ഇരുന്നിട്ട് നമ്മൾ എണ്ണ നല്ല തേച്ചുരച്ചിട്ടില്ലേ, നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, വെളിച്ചെണ്ണയും നല്ലെണ്ണയും തേച്ചിട്ട് നമ്മൾ വെയിലത്ത് വെച്ചിട്ടൊന്ന് കുറച്ച് നേരം വെക്കും കേട്ടോ. അതോടെ നമ്മുടെ ചട്ടി മയങ്ങും. മനുഷ്യനെ മയക്കാനാണ് ബുദ്ധിമുട്ട്, ചട്ടി മയക്കാൻ എളുപ്പമാണ്. ഈസിയാണ്. അത് ശരിയാ അല്ലേ സോനിയെ? അപ്പോൾ നാളെ കാണാം.